ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെളുത്തുള്ളിൻ്റെ പൗഡറും വെളുത്തുള്ളി അല്ലാണ്ട് സ്റ്റോറേജ് ചെയ്യണതും പേസ്റ്റെല്ലാം ആക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോമ്പെല്ലാം വരാനാകുമ്പോൾ ഇതെല്ലാം മെയിനായിട്ട് അത്യാവശ്യം. അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ സമയം മെനക്കെടുത്തി കളയേണ്ട. അപ്പോൾ എല്ലാ പണിയെല്ലാം ഒരുങ്ങിയിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ചെയ്തു വെച്ചത്. കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട്, പക്ഷേ ഇപ്പോൾ ആണ് ഇടാൻ പറ്റിയത്. അങ്ങനെ അപ്പോൾ ഞാനിത് കുറച്ച് ക്വാളിറ്റിയുള്ള വെളുത്തുള്ളി തന്നെ നോക്കിയിട്ട് എടുക്കണം. തീരെ ചെറുതൊക്കെ എടുത്താൽ കുറേ സമയം വേണ്ടിയിട്ട് മെനക്കെടേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പം ഞാനിത് കുറച്ച് ഇതുള്ള വെളുത്തുള്ളിനെ എടുത്ത് കുറച്ച് വലിപ്പയിലുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഇങ്ങനെ പുറത്ത് 2-3 തോടായിട്ട് ഇങ്ങനെ വരുമല്ല, ആ തൊലിനെ ഇങ്ങനെ കളഞ്ഞെടുത്താൽ മതിയാവും. മറ്റേ വെളുത്തുള്ളി ഒറ്റയായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ഇതെല്ലാം എടുത്ത് ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 1 കിലോ അടുപ്പിച്ച് വെളുത്തുള്ളി വരും. എന്നിട്ട് ഇത് നമുക്കൊന്ന് നല്ലോണം കഴുകിയെടുക്കണം. കഴുകിയിട്ട് ഇതിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ ആ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് അല്ലാണ്ട് സ്റ്റോറേജ് ചെയ്യാനും വേണം, കുറച്ച് പേസ്റ്റ് ആക്കാനും വേണം, കുറച്ച് പൊടിക്കാനുള്ളതും വേണം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇതെല്ലാം ആദ്യം കഴുകിയിട്ട് ചതച്ചെടുത്തിട്ട് ഉണക്കാൻ വെക്കേണ്ടതില്ല. അതിനെല്ലാം കഴുകിയെടുത്തിട്ട് മൊത്തത്തിൽ കഴുകി എന്നിട്ട് മറ്റേ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ചതച്ചെടുക്കാനുള്ളതിനെയാണ് ഞാനിങ്ങനെ ഒരു വെള്ള കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഇങ്ങനെ വെള്ളം ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒപ്പിയെടുക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ഒരു കോട്ടൻ്റെ തുണി വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒപ്പിയെടുത്താൽ മതിയാവും. അപ്പോൾ അതിൽ തന്നെ ഇതിൻ്റെ വെള്ളം വാർന്നങ്ങ് പോയിക്കോളും. അത് കഴുകുമ്പോൾ ഊറ്റുപാത്രത്തിൽ തന്നെ വെച്ചിട്ട് കഴുകാൻ നോക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വെളുത്തുള്ളിയിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമുള്ളത് അപ്പോൾ ഉണങ്ങി കിട്ടാനൊക്കെ നല്ലോണം വൈകും. അങ്ങനെ ഞാൻ പിന്നെ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലെടുത്തിട്ടായിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. ഭയങ്കര പേസ്റ്റാക്കി എടുക്കണ്ട. മറ്റേ മിക്സിൻ്റെ മറ്റേ പൾസ് ബട്ടണിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു തടുപ്പ് എടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പറും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറും സാധാ വൈറ്റ് പേപ്പറില്ല നമ്മളെ ബുക്കിൻ്റെ അതെടുത്തിട്ട് ഇതിലെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ്. അപ്പം ചെറുതായിട്ട് നൈസായിട്ട് കൈയോട് ഇങ്ങനെ പിടിപ്പിച്ച് നൈസാക്കി ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ കൂട്ടി വെച്ചാൽ ഉണങ്ങാൻ സമയം കൊടുക്കും. ബാക്കിയുള്ളതിന് ഞാൻ 2 പാത്രത്തിലായിട്ടാണ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുള്ളത്. അതിലും ഇതേപോലെ നൈസായിട്ട് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കുക. ഒരു പ്ലേറ്റിലും വെച്ച് ഒരു സ്റ്റീലിൻ്റെ ട്രൈയിലും എല്ലാത്തിലും ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ 3 എണ്ണത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇനി നമുക്ക് ഇതേപോലെ ഉണങ്ങാൻ വെച്ച് കൊടുക്കും. ഞാനിത് ഉണങ്ങാൻ വെച്ചതിന് ശേഷം ബാക്കിയുള്ള വെളുത്തുള്ളിയിൽ നിന്ന് ഒരു പകുതിയോളം എടുത്തിട്ട് ഇതേപോലെ നല്ലോണം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നാണ് ഞാൻ കുറച്ച് പേസ്റ്റും ആക്കും, കുറച്ച് ഇങ്ങനെ സ്റ്റോറേജ് ചെയ്തിട്ട് വെക്കും. അതെന്താണെന്ന് ചിലപ്പോൾ നമുക്ക് എല്ലാത്തിലും പേസ്റ്റ് ചതച്ചതും ഇതൊന്നും അല്ലാതെ ചെറുതായിട്ട് അരിഞ്ഞിടാനെല്ലാം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചിങ്ങനെ ചെറിയൊരു ടിന്നിൽ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അടിയിലൊരു അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ അടിയിൽ വെച്ച് കൊടുത്തിട്ട് അത് ആ വെളുത്തുള്ളി ഇട്ടത് നല്ല വലിയ വെളുത്തുള്ളി ആയിട്ട് കാണാൻ തന്നെ അണ്ടിപ്പരിപ്പിനെല്ലാം പോലെ നല്ല രസമുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറെ ടിഷ്യൂ കൂടെ വെച്ചിട്ട് അതൊന്ന് അടച്ചിട്ടായിട്ട് അതിനെ നമുക്കത് സ്റ്റോറേജ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് വെച്ചാൽ നമ്മൾ കുറേ പണി കറിയെല്ലാം വെക്കുമ്പോൾ കുറേ പണിയും കുറേ സമയം പിന്നെ ഒഴിവായി കിട്ടും. ഇപ്പോൾ എല്ലാ പണിയിലും ഒരുങ്ങിയിട്ട് വെറുതെ ഇരിക്കുന്ന കുറേ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം മേങ്ങിട്ടായിട്ട് ഇങ്ങനെയെല്ലാം ആക്കി വെച്ചാൽ നമുക്ക് തന്നെ സമയവും ലാഭിക്കുക, പണിയിലും ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ബാക്കി വന്ന ഈ വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ ഇതൊന്ന് പേസ്റ്റാക്കിയും കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെല്ലാം അതേ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പാം ഓയിലോ വെളിച്ചെണ്ണയോ അങ്ങനെയൊന്നും ഒഴിച്ചു കൊടുത്തുകൂടാ. അപ്പോൾ അത് അപ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോൾ അതിന് വേറൊരു രുചിയായിരിക്കും. അപ്പോൾ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ നമുക്കത് ഓയിൽ ഒഴിച്ചിട്ടുണ്ടെന്നൊന്നും അറിയില്ല. പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിങ്ങനെ കുറേ നാളിങ്ങനെ സ്റ്റോറേജ് ചെയ്ത് വെക്കുമ്പോൾ അത് ചീത്തയാവാണ്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനത്തെ ഞാനെല്ലാം കൂടെ നല്ലോണം പേസ്റ്റ് മിക്സാക്കി എടുത്തിട്ടായിട്ട് ഇതേപോലെ ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കും. ഇതേപോലെ എല്ലാം കൂടി ഒരു കുപ്പിയിലേക്ക് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാനുണ്ടെങ്കിൽ വേറെ ഒന്നിൽ നമുക്ക് കുറേ എല്ലാം ആക്കിയിട്ട് വെക്കുമ്പോൾ വേറൊരു ടിന്നിൽ നല്ല വലിയ ടിന്നിലുണ്ടെങ്കിൽ അതിലേക്ക് ആക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. അല്ലാണ്ട് നമുക്ക് സ്ഥിരമായിട്ട് എടുക്കാനുള്ളതാണെങ്കിൽ സാധാ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അങ്ങനെ അപ്പോൾ ഇത് ആ എണ്ണയിൽ ഒഴിച്ചിട്ട് ഉപ്പെല്ലാം ഇട്ടിട്ട് അടിച്ചെടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ ഇത് അടിപൊളിയായിട്ട് ഞാൻ ഇതെല്ലാം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പിന്നെ പാചകം ചെയ്യുമ്പോൾ സമയം പോകുന്ന ഒരേ ഒരു കാര്യമാണ് ഇതല്ലേ. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് എടുത്ത് വെച്ചാൽ എളുപ്പത്തിൽ പാചകം ചെയ്ത് പണി പെട്ടെന്ന് തീർക്കാം.
അപ്പോൾ അതാക്കി അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായ വെളുത്തുള്ളി ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂട് ഉച്ചക്ക് തന്നെ ഞാൻ എടുത്തതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് 3 ദിവസം വെച്ചിട്ടുണ്ട്. അതിന് 2 ദിവസം മതിയാവും. ഞാനിത് 3 ദിവസം വെച്ചിട്ടുണ്ട്. നല്ല മിച്ചറെല്ലാം പൊരിയും പോലെ നല്ല പൊരിന്ന് പൊടിഞ്ഞ് കിട്ടും പോലെ ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം എടുത്തിട്ട് ഞാൻ അപ്പോൾ മറ്റ് 2 പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിട്ട് അതിൽ നിന്നെല്ലാം ലാസ്റ്റ് ഉണങ്ങി കിട്ടിയതിന് ശേഷം ഒന്നിച്ചാക്കിയതാണ്. അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതേപോലെ നല്ല പൗഡർ, നൈസ് പൗഡർ പോലെ തരിയൊന്നും ഇല്ലാണ്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയെല്ലാം പൊടിച്ചത് സ്റ്റോറേജിലും ചെയ്തിട്ട് കുറേ ഒരു കൊല്ലം നമുക്ക് വെക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണക്കി പൊടിച്ചതല്ലേ. അപ്പോൾ പിന്നെ പൂത്തോയ അങ്ങനെ ഉളുപ്പം കയറി അങ്ങനെ ഒന്നും ചെയ്യില്ല. നമുക്ക് ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. സാധാ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാലും മതി. നമുക്ക് ഇങ്ങനെ ബ്രോസ്റ്റഡ് അങ്ങനെ ഇങ്ങനെ നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചിക്കൻ എന്തെങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൽ നിന്നൊരു കുറച്ച് ആയിട്ട് ഇട്ട് കൊടുത്താൽ തന്നെ മതി. നല്ല മണമെല്ലാം കിട്ടുമെന്ന്, നല്ല അടിപൊളി മണം. വെളുത്തുള്ളിൻ്റെ നല്ലൊരു കുത്ത് മണം തന്നെ അതിലുണ്ട്. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കട്ട പോലെ ഉണ്ടാകും ചെയ്യും. അതൊരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ നമുക്കിത് അരിച്ചും കൂടെ എടുക്കണം. അപ്പോൾ നമ്മൾ എത്ര പൊടിച്ചെന്ന് പറഞ്ഞാലും ഏതെങ്കിലും ചെറിയ തരിയെല്ലാം ബാക്കിയുണ്ടെങ്കിലും വിചാരിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. അങ്ങനെ ഇത് ഞാൻ ഒരു അരിപ്പ് വെച്ചിട്ട് ഇതെല്ലാം കൂടി അരിച്ചും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു കട്ട ഇടയിൽ പൊടി പോലുണ്ട്, അത് വേണ്ട, അത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു ബോക്സ് എടുത്തിട്ട് അതിലേക്ക് അങ്ങ് എടുത്ത് വെച്ച് നിറച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് 3/4 കുപ്പിയോളം ഇത് കിട്ടിയിട്ടുണ്ടായിന്. നമ്മളെ അടുക്കളയിലത്തെ പാചക പണിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇഞ്ചിൻ്റെതും കൂടെ ചെയ്ത്, ഇഞ്ചി പൗഡറാക്കിയതല്ല, അല്ലാണ്ട് ഇതുപോലെ പേസ്റ്റ് ആക്കിയത്. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോകും, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്ക്. എന്തായാലും ഇത് ഉപകാരപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.